ഡോഗ്സ് ബിഹേവിയർ, ഡോഗ്സ് ആറ്റിറ്റ്യൂഡ് എന്നൊരു സൈക്കോളജിക്കൽ ടേമുണ്ട്. അതായത് നമ്മുടെ തെരുവിൽ പട്ടി മറ്റ് വാഹനങ്ങൾക്ക് വഴിതടസ്സം സൃഷ്ടിച്ചുകൊണ്ട് കിടക്കും. മെനക്കെട്ട് ഓരോ വണ്ടി പോകുമ്പോൾ അത് എഴുന്നേൽക്കും. വീണ്ടും അത് തന്നെ ആവർത്തിച്ച് അതേ സ്ഥലത്ത് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലമാണെങ്കിൽ പോലും വഴി മുടക്കി കിടക്കും. എന്നാൽ എവിടെയെങ്കിലും ഒതുങ്ങി ആർക്കും ശല്യമില്ല, ബുദ്ധിമുട്ടില്ലാതെ ഇത് ഒതുങ്ങിപ്പോയി ഒഴിഞ്ഞ് കിടക്കത്തില്ല. വീണ്ടും വീണ്ടും അതിനും ബുദ്ധിമുട്ടാണല്ലോ, ഒരു വണ്ടി പോകുമ്പോഴെല്ലാം ഇത് എഴുന്നേറ്റ് മാറണ്ടേ, വീണ്ടും അത് തന്നെ ആവർത്തിക്കും. റിപ്പീറ്റിംഗ് ദ സെയിം വിതൗട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ മിസ്റ്റേക്ക്. ആ തെറ്റ് തനിക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും അത് ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനസ്ഥിതിയാണ് ഡോഗ്സ് ബിഹേവിയറിൽ ഡോഗ്സ് ആറ്റിറ്റ്യൂഡ് എന്ന് സൈക്കോളജിയിൽ പറയുന്നു. റിപ്പീറ്റിംഗ് ദ സെയിം എക്സ്പെക്റ്റിംഗ് ഡിഫറെൻറ്റ് റിസൾട്ട്സ് എന്നാണ് പറയുക. അതൊരു ആങ്സൈറ്റി ഡിസോർഡറാണ്, ഒരു മൈൽഡായിട്ടുള്ളൊരു മെൻ്റൽ ഡിസോർഡർ എന്ന് വേണമെങ്കിൽ പറയാം. എക്സ്പെക്റ്റിംഗ് ദ സെയിം ആൻഡ് ഡൂയിങ് ദ സെയിം ബട്ട് വിത്ത് എക്സ്പെക്റ്റേഷൻ ഓഫ് ഡിഫറെൻറ്റ് റിസൾട്ട്സ് എന്നാണ് എൻ്റെ തിയറി. ഒരേ സംഗതി തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കും, പ്രതീക്ഷയോ വ്യത്യസ്തമായിട്ടുള്ള റിസൾട്ട്, അതിൻ്റെ ഫലം. അപ്പോൾ ഇത് ഒരുപാട് മനുഷ്യർക്കുണ്ട് സത്യത്തിൽ. ഈ ആവർത്തിച്ച് വീണ്ടും വീണ്ടും ഒരേ തെറ്റ് തന്നെ ചെയ്തുകൊണ്ടിരിക്കും, വീണ്ടും പഠിക്കത്തില്ല, ആ മിസ്റ്റേക്ക് തന്നെ വീണ്ടും ആവർത്തിക്കും. പണി കിട്ടിയാലും പഠിക്കത്തില്ല, വീണ്ടും അത് തന്നെ ആവർത്തിച്ച്. നമ്മൾ പലരെക്കുറിച്ചും പറയാറുണ്ടല്ലോ, എന്തുവാടേ നീ എത്ര ആയാലും പഠിക്കത്തില്ലേ, വീണ്ടും വീണ്ടും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുമോ, നിനക്ക് കിട്ടിയ പണിയൊന്നും പോരെ എന്ന് നമ്മൾ റിലേഷൻഷിപ്സിലും അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളിലാണെങ്കിലും അവരുടെ ബ്രെയിൻ അങ്ങനെ വർക്ക് ചെയ്യും. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പക്ഷേ അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഇതിനെ തോട്ട് സ്റ്റക്ക് എന്നാണ് പറയുക. ഏതെങ്കിലും പ്രായത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അനുഭവങ്ങൾ കൊണ്ട് ബ്ലാങ്കായി പോവാണ് അവരെ ചിന്ത, അല്ലെങ്കിൽ ആ തോട്ട് പ്രോസസ്സിനെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ അടുത്ത സ്റ്റെപ്പിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു സൊല്യൂഷൻസിലേക്ക് പോകാതെ സ്റ്റക്കായി നിൽക്കുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും മാറ്റേണ്ടതാണ്. എത്ര വലിയ ആളാണെങ്കിലും ശരി തന്നെ, സാധാരണക്കാരനാണെങ്കിലും ശരി തന്നെ, എല്ലാവർക്കും ഈ ഒരു വിഷയമുണ്ട്. അത് ചിലർ ശ്രദ്ധിക്കുന്നില്ല, മറ്റാരെങ്കിലും പറയുമ്പോൾ ചിലർ അറിയുന്നു, എങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. പക്ഷെ അത് മാറ്റിയെടുക്കണം, വെരി ഇമ്പോർട്ടൻറ്റ്. അതിന് നമ്മുടെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരും. ഒരു മരുന്നുമില്ല, ഔഷധവും ഇല്ല. 9605743596 ആണ്. നമ്മൾ അയത്തിലെ മെഡിറ്ററേനിയൻ ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റാണ്. മുഖത്തലയിൽ നമ്മുടെ NP സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്. ഇവിടെയും നമുക്ക് സൈക്കോളജി ആയിട്ട് ബന്ധപ്പെട്ട സൈക്കോതെറാപ്പി, ഹിപ്നോതെറാപ്പി, അഡോളസെൻ്റ് കൗൺസിലിംഗ്, ഫാമിലി കൗൺസിലിംഗ്, ചൈൽഡ് സൈക്കോളജി ഒക്കെ ഉണ്ട്. വന്ന് പ്രയോജനപ്പെടുത്തുക, സേഫാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മാറ്റിയിരിക്കണം. ഒരുപക്ഷെ സ്വയം അവർക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ, ഇപ്പോൾ കുട്ടികളുടെ ഇടയിലാണെങ്കിൽ പോലും വീണ്ടും എന്ത് വേണം, എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല എന്ന് പറഞ്ഞ് ശിക്ഷണം കൊടുക്കാറുണ്ട്. കൊച്ചു കുട്ടികളാണെങ്കിലും വീണ്ടും വീണ്ടും നീ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുമോ, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പിന്നെയും ഇത് തന്നെ ചെയ്യുമോ എന്ന് പേരൻസ് വഴക്ക് പറയാറുണ്ട്. അപ്പോൾ അത് മനഃപൂർവ്വമല്ല, അതിന് റീസൺസ് ഉണ്ട്. അത് കണ്ടെത്തി നമുക്ക് ക്ലിയർ ചെയ്യാം. സേഫായിട്ട് വരിക. വെൽക്കം.